സ്കൂളിന് ഭീഷണിയായി നിൽക്കുന്ന മരം മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും പരിഹാരമില്ല. സ്കൂളിന്റെ ചുറ്റുമതിലും വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ശുചിമുറികളും തകർന്നതോടെ നവകേരള സദസ്സിലും പരാതി നൽകി. കാസർഗോഡ് ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു പരാതി. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ 13ഓളം മരങ്ങളാണ് സ്കൂളിന് ഭീഷണിയായി വളരുന്നത്. സ്കൂൾ കെട്ടിടത്തിന്റെ പിറകിലുള്ള മരത്തിൽ നിന്നും വേരുകൾ പടർന്ന് സ്കൂളിന്റെ ചുറ്റുമതിലിലും കുട്ടികളുടെ ശുചിമുറികളും തകർത്തു. മാസങ്ങൾക്ക് മുൻപ് തന്നെ വില്ലേജ് ഓഫീസർക്കും RDOയ്ക്കും സബ് കളക്ടറിനും വനം വകുപ്പിനെയും വിവരമറിയിച്ചു. സ്കൂളുകളിലെ അപകടകരമായ മരങ്ങളും ശിഖരങ്ങളും മുറിച്ചു മാറ്റണമെന്ന സർക്കാർ ഉത്തരവ് കാറ്റിൽ പറത്തി. നാളിതുവരെയായിട്ടും പരിഹാരമായിട്ടില്ല. അധികൃതരുടെ അനാസ്ഥയിൽ മനസ്സുമടുത്തിരിക്കുകയാണ് വിദ്യാർത്ഥികൾ. ഞമ്മ കളക്ടറിനെല്ലാം ലെറ്റർ എഴുതി കൊടുത്തു, ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇവിടെ പാമ്പ് പല ജന്തുക്കളും ഉണ്ടായിട്ടുണ്ട്. ഇതിന് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു നടപടി വേണം. കാരണം വെച്ചെങ്കിൽ ഒരു ടോയ്ലറ്റാണ്, പെരുമാറുന്ന സ്ഥലമാണ്. അപ്പം കുറച്ചും കൂടി സ്ട്രോങ് ആവണം. പരാതികൾക്ക് പരിഹാരമാകാത്തതോടെ ജില്ലയിലേക്കെത്തിയ നവകേരള സദസ്സിലും പരാതി നൽകി. കാഞ്ഞങ്ങാട് മണ്ഡലത്തിലേക്കായിരുന്നു സ്കൂൾ PTA അംഗങ്ങൾ പരാതി നൽകിയത്. പരാതിയുടെ നിലവിലെ സാഹചര്യം അറിയാത്തതിനാൽ നേരിട്ട് കളക്ടറെ വിളിച്ചു വിവരങ്ങൾ തിരക്കിയപ്പോൾ പരിശോധിച്ചു വരുന്നതേയുള്ളൂ എന്നു മാത്രമായിരുന്നു മറുപടി. 19 കാഞ്ഞങ്ങാട് നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് PTA പേരിൽ ഡയറക്റ്റ് ഞങ്ങൾ പരാതി കൊടുത്തത്. ഇത്ര ദിവസങ്ങളായിട്ടും യാതൊരുവിധ നടപടികളോ അതിൻ്റെ ഒരു പ്രതികരണമോ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. കളക്ടറടുത്ത് ഞാൻ പറഞ്ഞു, മരങ്ങൾ ഇങ്ങനെ ഭീഷണിയാണ്, നവകേരള സദസ്സിൽ പരാതി കൊടുത്തിട്ടുണ്ട്, യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പ്രതികരണം അത് പരിശോധിച്ച് വരുന്നേ ഉള്ളൂ, അത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് ആ ഫോണെടുത്ത് കക്ഷി പറഞ്ഞത്. 1300-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലാണ് മരം ഭീഷണിയായിരിക്കുന്നത്. നവകേരള സദസ്സിലും പരാതി നൽകിയതാണ്. കുട്ടികൾ ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ ഉടൻ തന്നെ പരിഹാരമുണ്ടായേ മതിയാകൂ. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിം എം, രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കുമൊപ്പം റിപ്പോർട്ടർ അർജുൻ ഹേമ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.